ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ബ്യൂട്ടി ടിപ്സ് മലയാളം. ഹെയർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹെയർ ഗ്രോത്ത് ടോണിക്കാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഈ സൂപ്പർ ഹെയർ ഗ്രോത്തിനുള്ള ടോണർ നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. ഒരു 5-6 ചെറിയ ഉള്ളിയാണ് ഇന്നത്തെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് കഴുകിയതിന് ശേഷം തൊലിയോട് കൂടി തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് ഉലുവയാണ്. ഒരു വലിയ ടേബിൾ സ്പൂൺ ഉലുവ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ടുള്ളതാണ്. അതും കൂടി ഈ ചെറിയ ഉള്ളി ചേർത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയിൽ സൾഫർ കണ്ടൻറ്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് നന്നായിട്ട് വരാനും അതുപോലെ തന്നെ ഉള്ള ഹെയറിനെ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാനും മുടിയിലുള്ള ഡാമേജിനെ എല്ലാം നന്നായിട്ട് ക്ലിയർ ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഉലുവയാവട്ടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹെയറിനെ സിൽക്കി സ്മൂത്ത് ആവാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഉലുവയും ചെറിയ ഉള്ളിയും കൂടി ഒരു ചെറിയ കല്ല് വെച്ചിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിനെ തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1.5 വലിയ ഗ്ലാസ്സിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് അതിലേക്ക് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഈ 1.5 ഗ്ലാസ് ചേർത്തിട്ടുള്ള വെള്ളം അതിനെ ഒരു 3/4 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ചെറിയ ഉള്ളിയും ഉലുവയും നന്നായിട്ട് വെന്ത് അതിൻ്റെ കണ്ടൻ്റ് എല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ട് ഒരു തിക്കായിട്ടുള്ള നല്ലൊരു അതിൻ്റെ എസൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നല്ലൊരു വെള്ളം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഫസ്റ്റ് ഞാനിതിനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ആ 3/4 ഗ്ലാസ് വരെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അതിനുശേഷം അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കൂളാവുന്നത് വരെ ഒരു പാത്രം വെച്ചിട്ട് അടച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കുന്നതാണ് ഏറ്റവും ഉപയോഗപ്രദം. കാരണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ളത് സ്പ്രേ ബോട്ടിൽ തന്നെയാണ്. കയ്യിൽ സ്പ്രേ ബോട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തണുത്തതിന് ശേഷം അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളർ കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളറിലാണ് നമുക്ക് ഈ വാട്ടർ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാത്തവർക്ക് നിങ്ങൾക്ക് ലീവ് ഓൺ ആയിട്ട്, അതായത് ഹെയറിൽ തന്നെ കുളി കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ കുളിക്കാത്ത ദിവസങ്ങളിലാണെങ്കിലോ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയേണ്ട യാതൊരു നിർബന്ധവും ഇല്ല. സ്പ്രേ ബോട്ടിലിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഒരുപാട് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ചെയ്ത് നോക്കുന്നവരാണ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണം അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തേക്കണം. ഇതുപോലുള്ള ബ്യൂട്ടി റിലേറ്റഡ് യൂസ്ഫുൾ വീഡിയോസിനായിട്ട് സിമ്പിൾ ബ്യൂട്ടി ടിപ്സ് മലയാളം എന്ന ചാനലിലേക്ക് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക.